ഇന്നലെയാണ് പി എസ് ശ്രീധരൻപിള്ള ജി സുകുമാരൻ നായരെ കണ്ടത്. അത് ഒരു സൗഹാർദ്ദ സന്ദർശനമാണ്. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നതായിരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. അദ്ദേഹവും ജി സുകുമാരൻ നായരുടെ ഈ ഐക്യത്തെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളി ചർച്ചയ്ക്ക് വരുമോ എന്ന കാര്യത്തിൽ പറഞ്ഞു അതൊക്കെ നടക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം അതിലൊരു ശുഭാപ്തി വിശ്വാസത്തോടുള്ള പ്രതികരണമായിട്ടല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കാണാൻ കഴിയും. എന്തായാലും പ്രശാന്ത്, നിലവിൽ ഈ ഒരു ഐക്യം സാധ്യമല്ല എന്ന് പറയുമ്പോൾ 2 ദിവസം മുൻപാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇനി അങ്ങനെ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയേയില്ല എന്ന് അത്ര ഉറപ്പോടുകൂടിയാണ് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐക്യം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഐക്യത്തിന് മുന്നോടിയായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രാഥമികമായ ചർച്ച ജി സുകുമാരൻ നായരൊക്കെ ആയിട്ട് നടത്തിയിട്ടില്ലേ? അല്ലാതെ എങ്ങനെ വെള്ളാപ്പള്ളി ഇത്ര ഒരു കോൺഫിഡൻസോടുകൂടി കൊമ്പ് കോർക്കില്ല എന്ന് തന്നെ പറഞ്ഞു? പക്ഷേ ഇത് കൊമ്പ് കോർക്കാൻ പോലും കൊമ്പുകൾ അടുക്കുന്നതിന് മുമ്പ് തന്നെ പിരിഞ്ഞു പോയില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ആദ്യ ചൂട് വയ്ക്കും മുൻപ് തന്നെ ഈ ഒരു ഐക്യത്തിനുള്ളൊരു നീക്കം പോലും പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് NSS സ്വീകരിക്കേണ്ടി വന്നു എന്നതെല്ലാം പ്രധാന കാര്യമാണ്. അതായത് ഒന്ന്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത്തവണ ഈ ഒരു ഐക്യം അതായത് ഇതിന് നന്നായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ അത്തരമൊരു ഐക്യ നീക്കത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ NSS പിന്മാറേണ്ടി വന്നത് NSSനകത്തു നിന്നുള്ള ശക്തമായ വിമർശനവും അത്തരം ഒരു അഭിപ്രായ സ്വരൂപീകരണത്തിന്റെ ഭാഗമാണ്. കാരണം ഡയറക്ടർ ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന് പ്രധാന കാരണം ഐക്യമെന്ന് പറയുമ്പോഴും പല വിഷയങ്ങളിൽ വളരെ വിഷയാധിഷ്ഠിതമാണ് ഈ ഐക്യം എന്ന് പറയുന്നത്. പലപ്പോഴും സംവരണ വിഷയം എടുത്ത് സംവരണ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നാൽ NSSനും SNDPക്കും ഒരേ നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേവലം ഈ ഒരു ഐക്യം ചില വിഷയങ്ങളിൽ പറയാം എന്നതിനപ്പുറത്തേക്ക് എല്ലാ വിഷയങ്ങളിലും ഒരു ഐക്യം NSS SNDPയുടെ കാര്യത്തിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ചില വിഷയങ്ങളിൽ മാത്രം ഐക്യം പറഞ്ഞ് മുന്നോട്ട് പോയാൽ പോലും അത് ദീർഘകാലം നിലനിൽക്കില്ല. അത് മുൻകാലങ്ങളിലെ ചരിത്രം ആവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാകും ഈ ഐക്യം. ഞാൻ പ്രശാന്തിലേക്ക് വരാം. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുന്നയിൽ പോയതാണ്. അവിടുത്തെ ഈ കൂടിക്കാഴ്ചകളിലും പ്രതികരണങ്ങളൊക്കെ ഷിനോജ് കണ്ടതാണ്. അപ്പോൾ ജി സുകുമാരൻ നായരുടെ വെറും വ്യക്തിപരമായ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഈ ഐക്യം എന്നത്? NSSലെ മറ്റ് നേതൃസ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഇതിനോട് ഒരു വിമുഖത പ്രകടിപ്പിക്കുകയാണോ? ഈ ഐക്യം പ്രായോഗികമല്ല, സൗഹാർദ്ദത്തോടെ വർത്തിക്കാമെന്ന് പറയുമ്പോഴും ഐക്യപ്പെടാനേ കഴിയില്ല എന്നൊരു നിലപാടെടുക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ചർച്ച നടന്ന കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളിൽ ഏകദേശം ഒരു 75% ആളുകളും ഈ ഐക്യത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ജാതി സെൻസസ് വിഷയത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഐക്യത്തെ എതിർത്തവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചത്. കാരണം ജാതി സെൻസസ് വിഷയത്തിൽ പ്രത്യേകിച്ച് SNDPയും NSSും ഇങ്ങനെ ഒരുമിച്ച് ഐക്യമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു വിഷയത്തിൽ ജാതി സെൻസസ് പോലെയുള്ള പല വിഷയങ്ങളിലും അവർക്ക് 2 നിലപാടുണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, അതായത് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും ഉടക്കി പിരിയേണ്ടി വരും, അത് വീണ്ടും പരിഹാസപാത്രമായി മാറും. അതിനാൽ തന്നെ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ്